മിഡിൽ ഈസ്റ്റ് അതേപോലെ തന്നെ ഇന്ത്യയിലെ കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. യു എസിന്റെ കുറച്ച് ഇൻവോൾവ്മെന്റും കൂടെ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അതിൽ മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹമാസിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ഇസ്രയേലിന്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇസ്രയേൽ ശരിക്കും പാഠം പഠിപ്പിച്ച് വിട്ട വേറൊരു രാജ്യമുള്ളത് ഇറാനാണ്. രണ്ടാമത് റഷ്യക്ക് ഉക്രൈൻ മൂലം കിട്ടിയ ഒരു പാഠം. ഉക്രൈൻ ശരിക്കും റഷ്യയെ അങ്ങ് ആക്രമിച്ച് അങ്ങ് ഒതുക്കിയില്ല. പക്ഷേ ഉക്രൈൻ്റെ ഒരു എൻഗേജ്മെന്റ് റഷ്യയെ പിടിച്ചു നിർത്തി. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു റഷ്യൻ ബറ്റാലിയൻസിന് ഏറ്റവും കൂടുതൽ സിറിയ ഭാഗത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പൊ റഷ്യക്ക് അവിടെ ഒരു വീഴ്ച സംഭവിച്ചത് അങ്ങനെയാണ്. റഷ്യ ശരിക്കും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയാൻ പറ്റുന്നത്. കാരണം റഷ്യക്ക് എന്തിന്റെ ആവശ്യമാണ് ഈ രാസായുധം ഉപയോഗിച്ച് സ്വന്തം നാട്ടുകാരെ കൊല്ലുന്ന ഈ ഒരു അസദിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തിന്റെ കേടായിരുന്നു? 10 വർഷം തികച്ചു പിടിച്ചു നിന്നോ? റഷ്യക്ക് ഇവൻ ഷിയയെ എതിർക്കുന്നു, സുന്നിയെ എതിർക്കുന്നു, ഇവൻ അവിടെ രാസായുധം ഉണ്ടാക്കി വിൽക്കുന്നു. ഇതൊന്നും റഷ്യക്ക് ഒരു വിഷയമല്ല. റഷ്യക്ക് അന്നത്തെ സാഹചര്യത്തിൽ റഷ്യ നമ്പർ 1 ആണെന്ന് തെളിയിക്കണമായിരുന്നു. ആ ഒരു പുടിന്റെ ആ ഒരു അഹങ്കാരത്തിന് കിട്ടിയ അടിയാണ് ഇന്ന് കിട്ടിയത്. കാരണം എൻഗേജ്ഡ് ആണ്. ഉക്രൈൻ സൈഡിൽ ഫുള്ളി എൻഗേജ്ഡ് ആണ്. സോൾജേഴ്സ് ഇല്ല. നോർത്ത് കൊറിയയിൽ നിന്ന് വരെ സോൾജേഴ്സിനെ ഇറക്കി ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതിലും വരെ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് സോൾജേഴ്സ് മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതെല്ലാം വേറെ കാര്യങ്ങൾ. അപ്പൊ അതിലൊക്കെ എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് സിറിയയെ ശരിക്കും ഈ അസദിനെ സഹായിക്കാൻ പറ്റാതെ പോയതിന്റെ ഒരു നിസ്സഹായ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും സിറിയയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ ഈ അസദ് എവിടെ പോയി എന്നുള്ളതിന് ശരിക്കും ഉത്തരമൊന്നും ആർക്കും കൊടുക്കാതെ ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ട്രംപ് വളരെ കൃത്യമായിട്ട് ഇന്നലെ രാത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അസദ് എവിടെ പോയിട്ടുണ്ടെന്നുള്ളത് പുടിന് വളരെ കൃത്യമായിട്ട് അറിയാം. പുടിന് അറിയാമെന്ന് ആവർത്തിച്ച് ട്രംപ് പറയുകയുണ്ടായി. ശരിക്കും റഷ്യക്ക് ഇതൊരു വീഴ്ചയാണെന്നാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ പുടിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഒരു ഡയലോഗ് വന്നിരിക്കുന്നത്. ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പുടിന് കൃത്യമായിട്ട് അറിയാം ഏത് നേരത്തെ ഈ വാർ അവസാനിപ്പിക്കണം എന്നുള്ളത്. ഇത് ഒരു കറക്റ്റ് ടൈമാണ്. ഒരു പീസ് ട്രീറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഒപ്പിടാൻ കൃത്യമായ സമയമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പുടിനും അതേപോലെ വിചാരിക്കുന്നതാണ് ഞാൻ കരുതുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അത് വളരെ നല്ലൊരു ഡിപ്ലോമാറ്റിക് അപ്രോച്ചാണ്. എന്തായാലും നോക്കാം. പറഞ്ഞത് ട്രംപ് ആയതുകൊണ്ട് തന്നെ പുടിൻ ഏത് രീതിയിൽ പ്രതികരിക്കും നമുക്ക് അറിയത്തില്ല. റഷ്യക്ക് ചെറിയൊരു പിന്നോട്ട് പോക്ക്, ഒരു ചെറിയ മങ്ങൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സിറിയയിലെ ഒരു പതർച്ച. അത് ശരിക്കും പറഞ്ഞാൽ റഷ്യക്ക് ഈ സമയത്ത് അത് വേണ്ടായിരുന്നുള്ളതാണ്. അതായത് ട്രംപ് പൊസിഷനിൽ വന്നതിന് ശേഷമാണെങ്കിലും ഇത്രയും ക്ഷീണം ഉണ്ടാവില്ലായിരുന്നു. ഇത് നല്ല രീതിയിലുള്ള ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. റഷ്യയുടെ ആശയങ്ങളോട് താല്പര്യമുള്ള ആൾക്കാർക്കായാലും റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാവും, അല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ്. ഇസ്രയേലിന്റെ പകർന്നാട്ടം. ഇസ്രയേൽ മിഡിൽ ഈസ്റ്റ് മുഴുവനും പത്തി വിരിച്ച് പകർന്നാടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ഇസ്രയേലിനെതിരെ എത്രമാത്രം ആരോപണങ്ങൾ, എത്രമാത്രം എലിഗേഷൻസ്, ഭയങ്കരമായിട്ടുള്ള ജനസൈഡ്, അതാണ് ഇതാണ്, പാവങ്ങളെ വധിക്കുന്നു, ഇസ്രയേലിന് പല രീതിയിലുള്ള പദ്ധതികളുണ്ട്, അവർ ഗ്രേറ്റർ ഇസ്രയേലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആരോപണങ്ങളും. അതായത് ഇസ്രയേലിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ആരോപണങ്ങൾ കൊണ്ട് ഇങ്ങനെ എറിഞ്ഞിടുക എന്നുള്ള അവസ്ഥയാണ് ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇസ്രയേലിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേഷൻ ബിൽഡിംഗ്. അതാണ് ഞാൻ കണ്ടത്. പഠിക്കേണ്ട പാഠമാണ്. ശരിക്കും പറഞ്ഞാൽ നേഷൻ ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ നേഷൻ ബിൽഡിങ്ങിൽ കൃത്യമായ ധാരണയില്ലാത്ത ആൾക്കാർ രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നാട്ടില് ബ്രിട്ടീഷുകാരൊക്കെ പോയിട്ട് കുറെ കാലമായി, 10-70 വർഷത്തിന് മുകളിലായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണെന്നുള്ളത്, അതായത് നമ്മുടെ നാടിനുള്ളിൽ ഒരു ഫോറിൻ ഇൻവേഡർ വന്ന് നമ്മളുടെ വീട്ടുമുറ്റത്ത് കാലുകുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇപ്പൊ ഇന്ത്യയിലില്ല. നമ്മൾ ആകെ നേരിടുന്ന എവിടെയാണ്? ബോർഡറിൽ പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. പാകിസ്ഥാനിലൊക്കെ ആ പറയത്തക്ക രീതിയിൽ ഇപ്പൊ ഇസ്രയേൽ നയിക്കുന്ന രീതിയിലുള്ള ഒരു വാർ അല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഗാസ അതേപോലെ ഇസ്രയേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിരന്തരം ഇത് കണ്ട് ശീലിച്ച ആൾക്കാരാണ് അവിടെ പറയുന്നത്. അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇസ്രയേലിന്റെ ഉള്ളിൽ നിന്നും യെല്ലോ കളർ പ്ലേറ്റ് വെച്ച ഒരു യഹൂദന്റെ വണ്ടി ഗാസയ്ക്കുള്ളിൽ വന്ന് നിൽക്കുന്നെങ്കിൽ അതിനെ നിരുപാധികം യാതൊരുവിധ ദയവദാക്ഷിണി ഇല്ലാണ്ട് പോയി ഗ്രനേഡ് ഇട്ട് പൊട്ടിക്കുകയാണ് വണ്ടിക്കകത്ത്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇമാതിരിയുള്ള ഏർപ്പാടാണ് അവിടെ നടക്കുന്നത്. ഇത്രയ്ക്കും ഈ ഗാസ എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ അറിയുന്നത് എന്താണ്? നമ്മൾ ഇസ്രയേൽ എപ്പോഴും ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയി എയർ സ്ട്രൈക്ക് ചെയ്യുന്നതും ഇസ്രയേൽ അടിക്കുമ്പോൾ മാത്രമാണ് ലോകം ശ്രദ്ധിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പൊ ഇത് ഫോർ എക്സാമ്പിൾ October 7 നടന്നത് ചെറിയ രീതിയിലുള്ള ഒരു അറ്റാക്കാണ്. ചിലപ്പോൾ അവർ ഇങ്ങനെ ഗേറ്റ് പൊളിച്ചില്ല, ചെറുതായിട്ട് ഒരു ഭാഗം ഇങ്ങനെ വെട്ടിത്തുറന്ന് അതിനകത്ത് ഒരു 5-6 പേര് കയറി, അതിനകത്ത് പെട്ടെന്ന് വന്നിട്ട് ഒരു 5-6 പേരെ വെടിവെച്ച് കൊന്നു. ഇത് ഇത്ര വലിയ വിഷയമാകത്തില്ല.
അപ്പോഴും ഇസ്രായേൽ മാത്രം പറയും ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ആക്രമണം നടന്നിട്ടുണ്ട്, ഞങ്ങൾ ഇതിന് തിരിച്ചടിക്കുമെന്ന രീതിയിൽ ഇസ്രായേൽ പറയുമായിരിക്കും. പക്ഷേ അതേസമയം മറ്റുള്ളവരാരും ഇതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല. എന്ത് 2 പേരല്ലേ 3 പേരല്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു യുദ്ധമല്ലേ, കുറെ നാൾ കൊണ്ട് നടക്കുന്നതല്ലേ, ഈ രീതിയിലാണ് ഇതിനെ സോപ്പിട്ട് മെഴുകി തേച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ October 7 സംഭവിച്ചപ്പോഴത്തേക്കും ഇസ്രായേൽ എടുത്തൊരു തീരുമാനം വളരെ ശക്തമായ തീരുമാനമാണ്. ഇങ്ങനെ തന്നെയാണ് നേഷൻ ബിൽഡ് ചെയ്യേണ്ടത്, ഈ രീതിയിൽ വേണം തിരിച്ചു കൊടുക്കാൻ. അതായത് ഒരു രാജ്യത്തിന്റെ അതിർത്തി തൊടുമ്പോഴത്തേക്കും അത് കുറച്ചെങ്കിലും ഒരു മൈൻഡ്ഫുൾ ആവേണ്ടതുണ്ട്. ഇത് നമ്മൾ വികാരത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഇത് അല്ലാതെ ഇസ്രായേലിന്റെ സപ്പോർട്ടിന്റെ പുറത്തോ പറയുന്ന കാര്യമല്ല, വളരെ ജെന്യൂൻ ആയിട്ട് പറയുന്നതാണ്. ഉള്ള സഹായങ്ങൾ ഇസ്രായേൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഗ്രൂപ്പിന്, ഈ വിമത ഗ്രൂപ്പിന് ചെയ്തു കൊടുത്തപ്പോൾ തന്നെ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാണിംഗ് ഇതാ കൃത്യമായിട്ട് ഞാൻ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കട്ട് ചെയ്ത് വെക്കാം, നിങ്ങൾ വായിച്ചാൽ മതി. ഈ ഡ്രൂസുകൾ താമസിക്കുന്ന കൊനെഡ്ര എന്ന് പറഞ്ഞ ആ സ്ഥലം വരെ ഉള്ള ഏരിയ ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ ഇപ്പുറത്തുള്ള ഹെർമോൺ മൗണ്ട്സ് വരെ ഇസ്രായേലിന്റെ അതിർത്തി നിർണ്ണയിച്ചിരിക്കുകയാണ്. ശരിക്കും ഇസ്രായേൽ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല ഇത് ചെയ്തത്, ഇസ്രായേലിനെ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നതാണ്. അതാണ് ഇത് ശരിക്കും ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഇസ്രായേൽ വെറുതെ ഇരുന്നപ്പം പെട്ടെന്ന് October 7 ഒരു തീരുമാനം ഉണ്ടാക്കി നമ്മൾ പോയി അങ്ങ് ഹെർമോൺ മൗണ്ട് അങ്ങ് പിടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് പോയതാണോ? ഇല്ല. ഇത് ശരിക്കും ഹമാസ് ഒരുക്കി കൊടുത്ത വഴിയാണ്. ഹമാസ് നിരന്തരം ഇങ്ങനെ വഴി ഒരുക്കി കൊടുക്കും. ഇപ്പൊ ഈ പകർനാട്ടമില്ലേ, മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ നടത്തുന്ന പകർനാട്ടം കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു ടീമുണ്ട്, അതാണ് ഹമാസ്. ഇനി വേറൊരു രസകരമായ കാര്യം ഞാൻ പറഞ്ഞുതരാം. പാലസ്തീന്റെ ഉള്ളില് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്തും അതേപോലെ ഗാസയിലും ഇന്നലെ ഈ സുന്നി വിമതരായിട്ടുള്ള ഈ ഒരു ആൾക്കാർ ഈ സിറിയയിൽ ഉണ്ടാക്കിയ ഒരു വിജയമില്ലേ, അതിനെ ചൊല്ലി സുന്നി മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ പാലസ്തീന്റെ ഉള്ളില് മധുരപലഹാരങ്ങൾ വിളമ്പി ആഘോഷം നടത്തി. ഇത് ഹിസ്ബുള്ളയെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ലേ? ഇത്രയും നാളും ഹിസ്ബുള്ള ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഇസ്രായേലിനെതിരെ കിടന്ന് ഇത്രമാത്രം അടിയും പിന്നെ റോക്കറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്. എന്നിട്ട് ഇവർ ഇങ്ങനെ ഈ രീതിയിലുള്ള നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? ഇതാണ് കാര്യം. ഇപ്പൊ മനസ്സിലായല്ലേ ഇവരുടെ ഇടയിലുള്ള കാര്യം. പാലസ്തീന്റെ ഉള്ളിലുള്ള സുന്നി മുസ്ലിംസ് അഥവാ ഈ ഹമാസിന്റെ അനുകൂലിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ ഇത്രമാത്രം മനസ്സിന്റെ ഉള്ളിൽ സുന്നി ഷിയ എന്നുള്ള വേർതിരിവും അതിനുള്ള വിജയങ്ങളൊക്കെ ആഘോഷിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഏത് രീതിയിലാണ് ഇവർ ഒരുമിച്ച് നിൽക്കാൻ പോകുന്നത്? ഇതൊക്കെ കൃത്യമായ തെളിവുകളാണെന്നേ. ഈ സംരംഭം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവരിങ്ങനെ തന്നെ തുടരും. ഇവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കും. ഈ ഇസ്രായേലിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ അങ്ങ് വധിക്കാം. കാരണം അത് ബോണസ് പോയിന്റ് ആണ്. അത് ബോണസ് പോയിന്റ് മാത്രമല്ല, അത് ഡയറക്റ്റ് എൻട്രി ആണ്. അതുകൊണ്ട് അവനെ എന്തായാലും തീർക്കണം. ആ രീതിയിലാണ് അത്. അവർക്കെല്ലാം ഡയറക്റ്റ് എൻട്രി കിട്ടാനുള്ള ഒറ്റ മാർഗമാണല്ലോ. അപ്പൊ അത് നല്ല രീതിയിൽ തീർക്കണം. ആ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവർ പെരുമാറുന്നത്. ഇവർ തമ്മിൽ അന്തർധാര വളരെ സജീവമാണ്. പക്ഷേ വെളിയിൽ ഇവരുടെ തമ്മിലുള്ള ഈ ഒരു ഗ്രൂപ്പിസം, ഇവരുടെ സെക്ടേറിയൻസ്, ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ഇവർ നല്ല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ബെഞ്ചമിൻ നെതന്യാഹു 2 വട്ടം ഇറാനിയൻ പീപ്പിൾസിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പൊ ഇറാനില് ഈ ഒരു തലയിൽ തട്ടമിടുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ട്. ആ നിയമം കുറച്ചുകൂടെ കർശനമായിട്ട്, ഇതിന് മുമ്പ് ഇരുന്നതിനേക്കാളും കുറച്ചുകൂടെ ശക്തമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇറാനിയൻ യുവതികളുടെ ഭാഗത്ത് നിന്ന് ഇതിന് ശക്തമായ എതിർപ്പ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പെസസ്ക്യാനെ നല്ല രീതിയിൽ ഒരു ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇതൊരു രൂക്ഷമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിട്ട് മാറുമോ, ഇതൊരു പ്രകടനമായിട്ടോ അല്ലെങ്കിൽ ഇതൊരു പ്രൊട്ടസ്റ്റ് ആയിട്ടോ മാറുമോ എന്നുള്ള പേടി ശരിക്കും ഇപ്പോഴത്തെ ഭരണകൂടത്തിന് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇറാന്റെ ഈ ഒരു തോൽവി. ഈ തോൽവി ശരിക്കും ഇറാനിയൻ ജനങ്ങളുടെ അടുത്ത് തന്നെ ഇറാന്റെ ഒരു പ്രതിച്ഛായ, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രതിച്ഛായ നല്ല രീതിയിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇസ്രായേലിന്റെ ബഫർ സോൺ, അതായത് ഈ ഒരു യുഎന്റെ ബഫർ സോൺ ഈ ഡ്രൂസുകൾ താമസിക്കുന്ന കൊനെഡ്ര എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അതാണ് ഇനി ബഫർ സോൺ. ഇനി ഇങ്ങോട്ട് ഇപ്പുറത്ത് ബഫർ സോൺ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഗോലാൻ ഹൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇസ്രായേലിന്റെ മാപ്പിനോട് ആഡ് ചെയ്തിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഈ ഹെർമോൺ മലനിരകളില്ലേ, ഈ ഹെർമോൺ മലനിരകൾ ശരിക്കും പറഞ്ഞാൽ അത് ലെബനാനിലോട്ടും സിറിയയിലോട്ടും കിടക്കുന്ന ഒരു എക്സിറ്റ് ആണ്. ആ പോയിന്റ് വളരെ ക്രൂഷ്യൽ ആണ്. കടൽ നിരപ്പിൽ നിന്നും 2000+ മീറ്റർ ഉയരത്തിലാണ് ആ ഒരു മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ശരിക്കും ഒരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള സിറിയ, അതേപോലെ ഈ സൈഡിലുള്ള ലെബനാൻ, ഈ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. സർവൈലൻസിനും ഇസ്രായേലിന്റെ സെക്യൂരിറ്റിക്കും വളരെ പര്യാപ്തമായിട്ടുള്ള സ്ഥലം. അതൊരു ചെക്ക് പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് വളരെ നിർണായകമായ ഒരു പോയിന്റ് ആണത്. ആ സ്ഥലമാണ് കൃത്യമായിട്ട് കൈയടക്കിയത്. അവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ വിസിറ്റ് ചെയ്തിരുന്നതാണ്. ആ സ്ഥലം ഡയറക്ട്ലി സന്ദർശിച്ചിട്ടുണ്ട്, ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വിമതർക്ക് കൃത്യമായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇസ്രായേലിന് അറിയാം വിമതർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സിറിയ താവളമാക്കിക്കൊണ്ട് അസാദിന്റെ ഇൻഡയറക്റ്റ് സപ്പോർട്ടോടുകൂടി ഇറാൻ നടത്തിയ ഒരു കളിക്ക് അവസാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് വിമതരാണ്, ഇവരും അവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർക്കും ഇടയിലുള്ള ആ ഒരു വിരോധം ഇസ്രായേൽ കൃത്യമായിട്ട് മുതലെടുത്തത്. ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനെ കുറിച്ച് പഠിക്കാൻ കുറെ ഉണ്ട്. അവരുടെ ആ ഒരു മൊസാദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തുടക്കം കുറിച്ച വേറെ സംഘടനകളൊക്കെ ഉണ്ട്.
അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബുൾഡോസർ എടുത്തുകൊണ്ട് ഈ ബോർഡറിൽ ഇടിച്ചു മാറ്റാനും ഉഴുതുമറിക്കാനൊക്കെ പോകുന്നവന്മാരല്ലേ ഇതൊന്നും അവന്മാർ പഠിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. യുവമാർ പഠിച്ചതെല്ലാം വേറെയാണ്. യുവമാർ പഠിച്ചതെല്ലാം മറ്റേ സിൻവാറൊക്കെ എഴുതി കൊടുക്കുന്ന പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവർ പഠിക്കുന്നത്. അല്ലാതെ നമ്മളൊരു ഒപ്പോണന്റിനെ നേരിടാൻ പോകുമ്പോഴത്തേക്കും ഒപ്പോണന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ? ആ പഠനം ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും ഇറാൻ ആയാലും വളരെ വീക്ക് ആണെന്നാണ് പറയാനുള്ളത്. അല്ല, ഇനിയിപ്പോ കംപ്ലീറ്റ് ഇരവാദങ്ങളാണ്. ഇനി ഇരവാദം മുഴക്കിയാലല്ലേ ഇനി ആവശ്യമുള്ളൂ. ഇനിയിപ്പോ ഇരവാദമാണ്. അതായത് ഇസ്രായേലിനെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാം, ആയിരക്കണക്കിന് ആൾക്കാരെ പിടിച്ച് കൊല്ലാം, എന്നിട്ട് ഇസ്രായേൽ അത് മിണ്ടാതെ കേട്ടോണ്ടിരിക്കണം. ഇനി ഗാസയിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ജനസൈഡ്. ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള പല രീതിയിലുള്ള ഗൂഢാലോചനകളും പദ്ധതികളുമായിട്ട് മുന്നോട്ടിറങ്ങാം. എന്നിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പോവാം. എന്നിട്ട് ഇസ്രായേൽ ബാക്കി സ്ഥലം കയറി പിടിച്ചു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ തിയറി, ഗ്രേറ്റർ ഇസ്രായേൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു, ഈ രീതിയിലുള്ള അലിഗേഷൻസുമായിട്ട് വരിക. അതായത് ഏത് രീതിയിൽ പോലും തോറ്റു കഴിഞ്ഞാലും അത് തോറ്റു തൊപ്പിയിട്ട് തുന്നമ്പാടി വരുമ്പോഴത്തേക്കും തിരിച്ചിട്ട് ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് എത്ര കിട്ടിയിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ഇവരൊക്കെ മനുഷ്യന്മാരെ തന്നെ. ജോ ബൈഡൻ ഇതിനെക്കുറിച്ച്, അതായത് സിറിയയിൽ ഉണ്ടായ ആ ഒരു മാറ്റത്തിനെ കുറിച്ച് ജോ ബൈഡൻ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ ആന്റണി ബ്ലിങ്കൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുള്ള നോട്ട് ഇട്ടിട്ടുണ്ട്. ഇവരൊക്കെ ട്വിറ്ററിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ഈ വരുന്ന ഒരു ഭരണം, അപ്പൊ ഇവർ താലിബാനൊക്കെ ഒരു രീതിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, ആ രീതിയിലൊക്കെ ഇവർ ഒതുങ്ങി നിന്നാൽ നല്ലത് എന്നുള്ള നിലയിലാണ് അവർ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഏത് രീതി വരെ പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഈ അസാദിന് പറ്റിയ ഒരു അബദ്ധം പറഞ്ഞുണ്ടല്ലോ, 2013 സ്വന്തം ജനങ്ങളെ ഈ ഞാൻ പറഞ്ഞ രാസായുധം ഇട്ട് കൊലപ്പെടുത്തിയ ആളാണ് ഈ അസാദ്. അപ്പൊ അന്ന് ബറാക് ഒബാമയായിരുന്നു. ബറാക് ഒബാമ ഇത് സീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ശ്രമങ്ങൾ നടത്തി, കുറെ ആയുധങ്ങളൊക്കെ സീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് യുഎസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു, അവിടെ വീണ്ടും അവർ കുറെ ആയുധങ്ങൾ ഇങ്ങനെ റിട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ പൂർണ്ണമായിട്ടും ഒബാമയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഒബാമ ഒരു കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഒബാമ ഇതേ പ്രവൃത്തിയാണ് ഇറാനിൽ കാണിച്ചത്. ഇറാനിൽ യുറേനിയം ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ പോയിട്ട് അവിടെ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ കാണാതെ തന്നെ അയാൾ ന്യൂക്ലിയർ ഡീൽ ഒപ്പിട്ട് കൊടുത്തത്. ഈ വക പരിപാടികളെല്ലാം ചെയ്യുന്ന ഒബാമയാണ്. ഇങ്ങനെ അവിടെ ഇവിടെയും തൊട്ടതും പിടിച്ചതൊക്കെ കുറച്ചങ്ങനെ ബാക്കി വെച്ചിട്ട് പോകുന്ന സ്വഭാവക്കാരനാണ് ഈ ഒബാമ. അപ്പൊ ഇസ്രായേൽ വീണ്ടും ഇസ്രായേൽ കളത്തിലിറങ്ങാണ്. വീണ്ടും ഇസ്രായേൽ ഇന്നലെ രാത്രി തകർത്ത അറ്റാക്ക്. എവിടെ? സിറിയയിൽ എവിടെയൊക്കെ അടിച്ചെന്നറിയാമോ? ഡസൻസ് ഓഫ് സിറിയൻ മിലിറ്ററി ബേസ്, അതായത് ഏതാണ്ട് 15-16ഓളം മിലിറ്ററി ബേസുകൾ, സിറിയയുടെ മിലിറ്ററി ബേസുകൾ അറ്റാക്ക് ചെയ്ത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. വെപ്പൺ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഡിപ്പോസ്, കംപ്ലീറ്റ് ഉള്ള വെപ്പൺ ശേഖരം എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ രാസായുധം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം, മാനുഫാക്ചറിങ്, ആ സ്ഥലം കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൂടാതെ അസദ് ബാലിസ്റ്റിക് മിസൈൽ, ഈ റഷ്യയുടെയും അതേപോലെ ഈ ഇറാന്റെയൊക്കെ കൂട്ടുകെട്ടിൽ നിർമ്മിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദന കേന്ദ്രം, അത് തച്ചടച്ച് കളഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. എന്തിന് ഇസ്രായേൽ ഇത് നശിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അവിടെ ഒരു വിമതരുടെ ഭരണകൂടം വരികയല്ലേ, ഇതൊക്കെ അവർക്ക് യൂസ് ചെയ്തൂടെ എന്നുള്ള ചോദ്യമൊക്കെ പലർക്കും ഉയരാം. പക്ഷെ അവിടെ ഇസ്രായേൽ വെച്ച ഒരു കൃത്യമായിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഇത് മറ്റൊരു ദുഷ്ടശക്തിയുടെ കയ്യിൽ എത്താൻ പാടില്ല. മനസ്സിലായോ? അവർ ഉദ്ദേശിക്കുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ ആട് മേയ്ക്കാനൊക്കെ പോയായിരുന്നല്ലോ, ആ രീതിയിലുള്ള സംഘടന അവിടെ ഉണ്ട്. ആ സംഘടന അവിടെ കുറെ ക്യാമ്പുകളൊക്കെ നടത്തുന്നുണ്ട്. ആ ക്യാമ്പിലാണ് ഇതിന്റെ ആൾക്കാർ, ഇതിനു വേണ്ടി ആട് മേയ്ക്കാൻ പോയമാരെല്ലാം ഇപ്പൊ ആ ഡെസേർട്ടിൽ ആ ക്യാമ്പിനകത്താണ് ഉള്ളത്. അവിടെ കിടന്ന് പെടാപ്പാട് പെടുകയാണ്, നരക തുല്യമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ. ആ ക്യാമ്പുകളുടെ ഫോട്ടോസ് 1-2 ഞാൻ എടുത്തിടാം. ആ ക്യാമ്പുകളുടെ എണ്ണം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ തന്നെ അങ്ങ് അന്തം വിട്ടു പോകും. ഇവനൊക്കെ കേരളത്തിൽ ഏത് രീതിയിൽ നല്ല ഫെസിലിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഇവനൊക്കെ എന്ത് ഇളക്കം മൂത്തിട്ടാണ് ഈ ക്യാമ്പിൽ പോയി കിടക്കുന്നത്, ഈ മരുഭൂമിയിൽ എന്ത് സ്വർഗം കിട്ടാനാണ് ഇവനൊക്കെ. അപ്പൊ അവന്മാർ അവിടെ കുറച്ച് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പിന്നെ ഇന്റലിജൻസിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. സെൻകോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഎസിന്റെ സെൻട്രൽ കമാൻഡർ യൂണിറ്റ് ആണ്. ആ യൂണിറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇന്റലിജൻസ് ഇൻഫർമേഷന്റെ പേരിലാണ് ഈ ഒരു സംഘടന, 2 Iയും 2 Sഉം കൂടെ വരുന്ന സംഘടന, ആ സംഘടന അവിടെയാണ് ഏറ്റവും കൂടുതൽ അവശേഷിച്ചിരിക്കുന്നത്. ആകെ കൂടെ അവർക്കുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലമാണ്. ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ സ്ഥലത്തു നിന്നും ഇവർ ക്ഷയിച്ച് ഇല്ലാതായി. ഇനി സ്ലീപ്പിംഗ് മോഡിൽ വല്ല വേറെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് അറിയാനുള്ളൂ. ബാക്കി നിലവില് ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഇവർ സിറിയയിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ഇന്നലെ നല്ലൊരു ബോംബിംഗ് നടത്തി, സെറ്റായിട്ടൊരു ബോംബിംഗ് നടത്തിയിരിക്കുകയാണ്. അവിടെ ആ സ്ഥലത്തിന്റെ 2 Iയും 2 Sഉം വരുന്ന ഈ ഒരു സ്ഥലത്തിന്റെ ഈ ഒരു സംഘടനയുടെ ആസ്ഥാനം ഇന്നലെ എയർ സ്ട്രൈക്ക് ചെയ്ത് തൊലച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും യുവമാരുടെ കയ്യിൽ ഈ ആയുധം എത്തിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള ഡേഞ്ചർ ആണെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ആ ഒരു അറ്റാക്ക് ചെയ്തത്. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്രമാത്രം അഡ്വാൻസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതാണ്. ഇതാണ് നേഷൻ ബിൽഡിംഗ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി ഒരു 5, 8, 10 വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തി പോയി അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇതാണ് കൃത്യമായിട്ടുള്ള നേഷൻ ബിൽഡിംഗ്. ഇവിടെയാണ് ഇസ്രായേൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി ഇസ്രായേലിന്റെ മേളിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 വർഷം നിസാരം എന്തായാലും എടുക്കും. ഇത് കണ്ട് പേടിച്ച് വരച്ചിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, ഹമാസ്. അവർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ ഒരു
തൊണ്ണൂറ്റാറ് ബന്ദികളിൽ എനിക്ക് തോന്നുന്നു 50 പേരെങ്കിലാണ് ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുള്ളത്. ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് ഇവന്മാർ ഇതിനെ കൊണ്ട് മുന്നോട്ട് വരാത്തത്. കാരണം 50 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഗാസയിൽ മൊത്തത്തിൽ തച്ചുടച്ച് കളയും ഇസ്രായേൽ. അപ്പൊ അത് എങ്ങനെ പറയും എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് ഇവന്മാർ ഇരിക്കുന്നത്. ഇങ്ങനെ ഇടയിൽ കിടന്ന് ഇപ്പൊ ഖത്തർ നല്ല രീതിയിലുള്ള ചക്രശ്വാസം വലിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതി. കാരണം US എന്നുള്ള നല്ല പ്രഷർ ഖത്തറിന്റെ മേളിലുണ്ട്. അപ്പൊ ഖത്തർ നല്ല രീതിയിൽ ഓടി നടക്കാണ്. ഈജിപ്തിലേക്ക് പോകുന്നു, ഖത്തർ ഹമാസിനെ കാണുന്നു, നിങ്ങൾ അങ്ങോട്ട് അവിടെ വരും എന്ന് പറയുന്നത് പല രീതിയിലുള്ള സംസാരങ്ങളും ഡിസ്കഷൻസും. ഇന്നലെ വരെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഹമാസിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നോക്കാം ഏത് രീതിയിൽ ഉരുത്തിരിഞ്ഞു. അപ്പം ഇപ്പൊ നെതന്യാഹു നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാം സംസാരിച്ച് റെഡിയാക്കി നിങ്ങൾ ഒരു കാര്യം പറയും. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. അപ്പൊ അങ്ങനെ സിറിയയുടെ ബോർഡറൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇസ്രായേലൊക്കെ ഒന്ന് കുറച്ചുകൂടി വലുതാക്കി ഒരു ഗ്രേറ്റർ ഇസ്രായേലൊക്കെ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പൊ ആസാദിന്റെ കാര്യം പറഞ്ഞല്ലോ, ആസാദ് റഷ്യയിലാണ്. ആ റഷ്യയുടെ മീഡിയ തന്നെ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ആസാദിനെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഹ്യൂമാനിറ്റേറിയൻ കൺസേണിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആസാദിന്റെ ഫാമിലിക്കും പൊളിറ്റിക്കൽ അസൈലം കൊടുത്തിരിക്കുകയാണ് റഷ്യ. ഇനിയിപ്പോ അടുത്ത് ബംഗ്ലാദേശിന്റെ കാര്യം. യുവമാര് ചെയ്യുന്നത് എന്താണെന്ന് യുവമാർക്ക് തന്നെ ഒരു വിവരമില്ലാത്ത ഒരു ഏർപ്പാടായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ കുറച്ച് സെക്യൂരിറ്റി ഫോഴ്സ് അങ്ങോട്ട് മുന്നോട്ട് നീക്കുമ്പോഴത്തേക്കും കുറച്ച് ഡ്രോൺ ഒക്കെ ഡിപ്ലോയ് ചെയ്ത് യുവമാരെ കൂടുതലായിട്ട് സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് ഇന്ത്യ പോയപ്പോഴത്തേക്കും യുവമാർ കാണിച്ച ഒരു പരിപാടിയുണ്ട്. യുവമാർ ഇന്ത്യയുടെ കോൺട്രാക്ട് ക്യാൻസലാക്കി. ഇന്ത്യയുമായിട്ട് ബംഗ്ലാദേശ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റ് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ, അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ നമുക്ക് കുറച്ച് ടവർ റേഞ്ച് അതേപോലെ നെറ്റിന്റെ കവറേജ് ഒക്കെ കുറച്ച് കുറവാണ്. അപ്പൊ അവിടെ ആ ഭാഗത്തുള്ള ബംഗ്ലാദേശിന്റെ ടവറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാൻഡ് വിഡ്ത്ത്, അതായത് ഈ ഒരു ഇന്റർനെറ്റ് സ്പീഡും ഈ മൊബൈൽ നെറ്റ്വർക്കിന്റെ സ്പീഡൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് കരാറുണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രകാരം അവരുടെ ടവറുകളും കൂടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു എഗ്രിമെന്റ് ക്യാൻസൽ ആക്കിയിട്ട് യുവമാർ എന്ത് ചെയ്ത് റദ്ദാക്കി. അപ്പൊ അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റ് സ്ലോ ഡൗൺ, അതേപോലെ കുറച്ച് നെറ്റ്വർക്ക് കവറേജ് ഒക്കെ ലോ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞാൽ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കരാർ, പാകിസ്ഥാനുമായിട്ട് ഏതാണ്ട് 1975 ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ ഫാദറിനെ വധിച്ച കേസിൽ ഈ ഒരു പാകിസ്ഥാന്റെ ഇന്റലിജൻസ് സംഘടനയ്ക്ക് ബന്ധമുണ്ടെന്നുള്ളതിനെ ചൊല്ലി ഒരു തർക്കം ഉടലെടുക്കുകയും അതിനെ തുടർന്ന് പാകിസ്ഥാനികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ NOC ഇല്ലാണ്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അത് 2019 ഒന്നുകൂടെ ഷെയ്ഖ് ഹസീന റീഎൻഫോഴ്സ് ചെയ്യാണ് ചെയ്തത്. അതായത് ഏതെങ്കിലും പാകിസ്ഥാനി ബംഗ്ലാദേശിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു NOC വെക്കേണ്ടതുണ്ട്. SSD എന്നാണ് പറയുന്നത്, സെക്യൂരിറ്റി സ്കീം ഡിവിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്ന് ഒരു NOC ഇവർ മേടിക്കേണ്ടതുണ്ട് പാകിസ്ഥാനികൾ. അവർ മേടിച്ചാൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് വിസ കിട്ടുന്നത്. ആ ഒരു കരാറ് ഈ ഒരു യൂനിസ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ: പാകിസ്ഥാന്റെ കാർഗോ ഷിപ്പിന് യാതൊരു മുൻ അനുവാദങ്ങളും കൂടാതെ തന്നെ ചിറ്റഗോങ് പോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ കൊടുത്തതാണ്. അത് നമ്പർ 1. അതും ഇന്ത്യക്ക് ഒരു ത്രെട്ടാണ്. രണ്ടാമത് ഇപ്പൊ ചെയ്തിരിക്കുന്ന പരിപാടി, ഏതൊരു പാകിസ്ഥാനിക്കും ബംഗ്ലാദേശ് വിസ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു NOCയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓൺ അറൈവലിൽ ഏതൊരു പാകിസ്ഥാനിക്കും ബംഗ്ലാദേശിൽ വിസ കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ജസ്റ്റ് നിങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് അപ്ലൈ ചെയ്താലും മതി, കിട്ടും സാധനം. ആ രീതിയിലായി പോയി ഇപ്പോൾ. അപ്പൊ ഇത് ശരിക്കും ഇന്ത്യക്ക് ഹൈ ത്രെട്ടാണ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ അഥവാ കൂടുതൽ ബംഗ്ലാദേശിനെ ഞെരുക്കുന്നു എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഡയറക്റ്റ് ആയിട്ട് കളത്തിൽ ഇറക്കി വിടാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് ഈ നിയമം റദ്ദാക്കിയതിന്റെ പിന്നിലുള്ള കളി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവൻ പക്ക തീവ്രവാദിയാണ്, ഇവൻ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവൻ മെനയും. പിന്നെ ഇവൻ ഇപ്പൊ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇവൻ മനസ്സിലാക്കേണ്ടത്. ബംഗ്ലാദേശ് എക്സ്പോസ്ഡ് ആവുകയാണ്. ബംഗ്ലാദേശിന് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഇന്ത്യക്ക് എതിരെ ചെയ്യാൻ പറ്റുമോ ചെയ്യട്ടെ. നമുക്ക് കാണാം ഇവൻ ഏത് അറ്റം വരെ പോകുന്നുള്ളത്. ഇവൻ എക്സ്പോസ്ഡ് ആവാണെന്നുള്ളത് ഇവൻ തികച്ചും ഇവൻ മനസ്സിലാക്കാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UAE-ൽ ഞാൻ ഒരു മനോഹരമായ ഒരു നിയമം ഞാൻ ഇന്ന് വായിച്ചത്. അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കും വിഷണറിയുമായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിയമം തന്നെ ദുബായിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഖലീജ് ടൈംസ് എന്ന് പറഞ്ഞ ഒരു പത്രത്തിൽ ഇത് കിടപ്പുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഞാനത് വായിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ അത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ റൈറ്റ് റൂട്ടിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വിഷയത്തിൽ. പക്ഷേ ഈ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പം വറീഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ക്രൈസിസ്. ഈ പോപ്പുലേഷൻ ക്രൈസിസ് വളരെ ഡീപ്പായിട്ട് ലോകമെമ്പാടും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ കൺട്രീസ്, പരമാവധിയുള്ള രാജ്യങ്ങളെല്ലാം ഈ ഒരു പോപ്പുലേഷൻ ക്രൈസിസിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാടിന്റെ എക്കണോമിയെ തന്നെ ക്രേവ് ചെയ്ത് കളയുന്ന അത്രയും ഭയങ്കര മോശപ്പെട്ട ഒരു ക്രൈസിസ് ആണ് ഈ ഒരു പോപ്പുലേഷൻ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തൽക്കാലം പോപ്പുലേഷൻ ഉണ്ട്, ഓക്കെയാണ്. അതേ ചൊല്ലി നോക്കുമ്പോഴത്തേക്കും ഒരു പുതിയ ഒരു മിനിസ്ട്രി, ഫാമിലി മിനിസ്ട്രി രൂപീകരിച്ചിരിക്കുകയാണ് UAE-ൽ. അതിന് ഷമ അൽ മസ്റൂയി എന്ന് പറഞ്ഞ ഒരു ലേഡിയെ തന്നെയാണ് അതിന്റെ തലപ്പത്ത് വെച്ചിരിക്കുന്നത്.
എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് യങ്സ്റ്റർ ആ രാജ്യത്തുള്ള യങ്സ്റ്റേഴ്സിനെ മാരേജിനെ കുറിച്ച് അവയർനെസ് ക്ലാസ് കൊടുത്ത് ബോധവൽക്കരിക്കുക. അതുപോലെ തന്നെ ഈ ഫെറ്റാലിറ്റി, അതായത് ഈ ഗർഭം ധരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുക. പാരന്റിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് കൊടുക്കുക. എങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്തുകൊണ്ട് ഫാമിലിയെ കൊണ്ടുപോകാം എന്നുള്ള ക്ലാസ്സുകൾ കൊടുക്കുക. ഇങ്ങനെ കുറെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ഫാമിലി എന്നുള്ള ഒരു മിനിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല തീരുമാനമാണ്. ഇതിങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ജപ്പാൻ ഉണ്ടല്ലോ, പോൺ ഇൻഡസ്ട്രി കൊണ്ട് മാത്രം തകർന്നു പോയ ജനസംഖ്യയാണ് ഈ ജപ്പാൻ. കൊറിയ സെയിം ഇഷ്യൂ ആണ്. കൊറിയ പോപ്പുലേഷൻ കുറവ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ജനസംഖ്യ കുറയുന്നതിന് മൂലം ഉണ്ടാകുന്ന ഒരു എക്കണോമിക് വീക്ക്നെസ് ഉണ്ട്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട് അല്ലെ, നിങ്ങളൊരു ചായക്കട ഇട്ടാലും 1000 ചായ ഡെയിലി കുടിക്കാൻ ആൾക്കാർ വരും. ജനങ്ങൾ ഉണ്ടെങ്കിലല്ലേ ചായ കുടിക്കാൻ പറ്റൂ. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ട് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. ഇതേപോലെ ഇത് എല്ലാ ഇൻഡസ്ട്രിയും ബാധിക്കും, ഈ ഒരു പോപ്പുലേഷൻ ഇല്ലായ്മ, ജനസംഖ്യ ഇല്ലായ്മ. അപ്പൊ ഈ ഒരു നിയമം UAE വളരെ നല്ല നിയമമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇത് UAE ഭരണാധികാരി ഇതിനെ മുൻകൂട്ടി കണ്ട് UAE ഇങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട്, കാരണം ഈ ഒരു ഗൾഫ് മേഖലയിലുള്ള കൺട്രീസ് ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അത് ഗൾഫ് വൽക്കരിക്കൽ, അതായത് ഈ സ്വദേശികൾക്ക് ജോലി കൊടുക്കുക, വിദേശികളെ പറഞ്ഞയക്കുക, പല രീതിയിലുള്ള മാറ്റങ്ങളും ഗൾഫ് മേഖലയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ, നമുക്കറിയാവുന്ന സുഹൃത്തുക്കൾ തന്നെ നാട്ടിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്ക് ഭാവിയിൽ ഒരു പോപ്പുലേഷൻ ഡിമിനിഷ് ആയി പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് പുള്ളി മുൻകൂട്ടി തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു നിയമം ഇറക്കിയിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സമഗ്രമായ കുറച്ച് വിശേഷങ്ങൾ ഈ വീഡിയോയിൽ എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റി ഞാൻ വിശ്വസിക്കുന്നു. വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.